PJ ജോസഫിനെ കോൺഗ്രസ് പറ്റിച്ചു. കേരള കോൺഗ്രസിന്റെ ലോക്സഭാ സീറ്റിൽ ജോസഫിന് സ്ഥാനാർത്ഥിത്വം വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് ഉമ്മൻചാണ്ടിയും സംഘവും പറ്റിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് കൈമലർത്തുകയും ചെയ്തു. ന്യൂസ് 18 ചാനൽ നടത്തിയ സർവേയിൽ PJ ജോസഫിനെ പറഞ്ഞു പറ്റിച്ചത് കോൺഗ്രസ് ആണെന്ന് 79% പ്രേക്ഷകർ പറഞ്ഞത് വെറുതെയായില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് തലേന്ന് കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൌസിൽ ഉമ്മൻചാണ്ടിയും PJ ജോസഫും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കോട്ടയത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ജോസഫിന് അഭ്യസിച്ചു നൽകുകയായിരുന്നു ചാണ്ടി. അതിനിടെ മാണി കോട്ടയം സീറ്റ് നിരസിച്ചാൽ ഇടുക്കി സീറ്റ് തങ്ങൾ തരാമെന്ന് പറഞ്ഞ് ജോസഫിനെ പ്രലോഭിപ്പിച്ചിരുന്ന കോൺഗ്രസിന് നിവൃത്തിയില്ലാതായി. തിങ്കളാഴ്ച രാത്രി മാണി സീറ്റ് നിഷേധിച്ച വിവരം ജോസഫ് ഉമ്മൻചാണ്ടിയെ അറിയിച്ചു. കോൺഗ്രസിന്റെ ഇടുക്കി സീറ്റ് തനിക്ക് നൽകണമെന്നും ജോസഫ് ആവശ്യപ്പെട്ടു. താനാണ് മാണിയെ ഇടത്തേക്ക് ചായാൻ അനുവദിക്കാത്തതെന്നും അതിനാൽ ഇടുക്കി സീറ്റ് തനിക്ക് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത്തരമൊരു ആലോചന പോലും കോൺഗ്രസിൽ കലാപമുണ്ടാക്കുമെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി കൈമലർത്തി. ഉമ്മൻചാണ്ടിയുമായി അടുപ്പം പുലർത്തുന്ന പ്രമുഖ പത്രം ജോസഫിന് വേണ്ടി രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. ജോസഫിന്റെ ഇന്റർവ്യൂ നൽകിയും കോൺഗ്രസ് നേതാക്കളുടെ അമർഷത്തിന്റെ വാർത്ത നൽകിയും മാണി ഗ്രൂപ്പിനോടുള്ള കലിപ്പ് പത്രം പരസ്യമാക്കി. കോട്ടയത്ത് ജോസ് കെ മാണിയുടെ ഭാര്യ സ്ഥാനാർത്ഥിയാകുമെന്ന വ്യാജ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചതും ഇതേ പത്രമാണ്. അതും ഉമ്മൻചാണ്ടിയുടെ കളിയായിരുന്നു. ഇത് ലക്ഷ്യമിട്ട് ചെന്നിത്തല മാണിയുടെ പക്ഷത്തേക്ക് തിരിഞ്ഞിരുന്നു. VD സതീശൻ ചാഴിക്കാടന് അനുകൂലമായി രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ്. KM മാണിയുടെ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടൻ മോശമാണെന്നും ദുർബലനാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ചർച്ചയുണ്ടായതോടെയാണ് ചാഴിക്കാടൻ ജയിക്കുമോ എന്ന സംശയം കോട്ടയത്ത് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ജോസ് കെ മാണി 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കോട്ടയം കൈവിടില്ലെന്ന് KM മാണിക്കറിയാം. KM മാണിയെ തൊട്ടാൽ വിവരമറിയുമെന്ന് കേരള കോൺഗ്രസുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.